ഗൈസ്, അപ്പോൾ നമ്മൾ ഇന്ന് വന്നത് ജനനായകൻ്റെ റിവ്യൂ ആണ് ഗൈസ്. ഞാൻ ഇന്ന് ബന്ദ് എന്നൊക്കെ പറഞ്ഞിരുന്ന ബന്ധാണ്, പക്ഷെ ഇന്ന് ക്ലാസ് ഉണ്ടായിരുന്നു 10 മണി വരെ. പോയില്ല. നാളെയും ബന്ധാണ്, നാളെയും ക്ലാസ് ഉണ്ട്. ഇപ്പോൾ നാളെ പോകണം. പോകണ്ടെന്ന് വെച്ചാൽ ഇനിയിപ്പം എനിക്ക് കുറച്ച് ലീവ് കൂടുതൽ, നാളെ പോകണം. ഇത് എന്തായാലും ഞാൻ ഇന്ന് ജനനായകൻ പോയി കണ്ടു. ഞാൻ നേരത്തെ ബുക്ക് ചെയ്ത് വെച്ചിരുന്നല്ലേ, എന്താണ് ക്ലാസ്സിന് പോയിട്ട് അങ്ങനെയും ചോദിക്കണ്ട. ഇന്നലെ രാത്രി ആണ് എനിക്ക് ടിക്കറ്റ് കിട്ടിയത്. അതായത് എൻ്റെ ചേട്ടൻ വേണമെന്ന്, ചേട്ടൻ പോകായിരുന്നു, ഞാൻ പോകാനില്ലായിരുന്നു. അതപ്പോൾ ആ ചേട്ടന് കൂട്ടായ്മയോടെ പോകായിരുന്നു, ചേട്ടൻ പോകാൻ പറ്റിയില്ല. അപ്പോൾ ചേട്ടൻ ആ ടിക്കറ്റ് എനിക്ക് തന്നു, അങ്ങനെ പോയതാണ്. രാവിലെ ആയപ്പോഴത്തേക്ക് ഇന്നലെ രാത്രി കൂട്ടാൻ ചോദിച്ചപ്പോൾ ബന്ധാണ്, എന്താണ് പോകണമെങ്കിൽ എവിടെയും പോലെ പൊക്കടെ ബന്ധാണെന്ന് പറഞ്ഞു. അങ്ങനെ പോയതാണ്. ബന്ധാണ്, പക്ഷേ ക്ലാസ് ഉണ്ടായിരുന്നത് എനിക്കറിഞ്ഞില്ലേ. അതുകൊണ്ട് എന്താ ഞാൻ റിവ്യൂ പറയാം. പടം ഒരു വിജയ ലാസ്റ്റ് പടമായിട്ട് അങ്ങനത്തെ രീതി നോക്കുകയാണെങ്കിൽ കേട്ടില്ല പടം. അല്ലാതെ കുറച്ച് ആവറേജ് കാണിച്ചാൽ റീമേക്ക് അതൊക്കെ പറയുന്ന രീതി ആണെങ്കിൽ കുറച്ച് കുഴപ്പമില്ല, കൊള്ളാം. പക്ഷെ വിജയ് പറഞ്ഞ എല്ലാ മൂവ്മെൻറ്റും കിടിലാണ്. നമ്മൾ പണ്ടോട്ടേ ഞാൻ പണ്ടോട്ടേ കാണുന്നു വിജയുടെ ഓരോ സിനിമയും കാണുമായിരുന്നു. കുറേ സിനിമ ഇനിയും കാണാം, പക്ഷെ കൂടുതലും കുറേ സിനിമ കണ്ടിട്ടുണ്ട്. 10-20-30 സിനിമയ്ക്ക് എന്തോ കണ്ടിട്ടുണ്ട്. 30 10-20 സിനിമ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് അത്രയും റിപ്പീറ്റഡ് വാല്യൂ ഉള്ള കുറേ സിനിമയുണ്ട്, അങ്ങനെ അതും കണ്ടിട്ടുണ്ട്. അങ്ങനെയൊക്കെ നോക്കുകയാണെങ്കിൽ ഇതാണ് പടം, കിടിലൻ പടമാണ്. പക്ഷേ കാര്യം വെച്ച് കഴിഞ്ഞാൽ ഈ നമ്മുടെ ഈ തിയേറ്ററിലൊക്കെ ഈ പാട്ടൊക്കെ ഇട്ട് തളപതി കച്ചേരി അതൊക്കെ ഭയങ്കര ഡാൻസും ബഹളമൊക്കെ ആയിരുന്നു. അപ്പോൾ അതൊക്കെ കാണുമ്പോൾ ഒരു സന്തോഷമാണ്. ലാസ്റ്റ് പടം അവസാനം വിജയുടെ ഓരോ സിനിമയുടെ ക്ലിപ്സൊക്കെ എടുത്ത്, സിനിമയുടെ പഴയ ക്ലിപ്സൊക്കെ ആഡ് ചെയ്ത് കാണിക്കുന്നത്, അതൊക്കെ കുറേ പേരൊക്കെ വിഷമമൊക്കെ ആയിരുന്നു. എൻ്റെ കൂടുതൽ ചേട്ടന്മാർക്കും കുറേ പേർക്ക് അങ്ങനെയൊക്കെ ആയിരുന്നു. അപ്പം ചിലവർക്ക് അതൊന്നും അപ്പം മാക്സിമം നല്ല സിനിമയാണ്. കിടിൽ സിനിമ എന്ന് പറഞ്ഞാൽ അമിതാഭ് ബൈജു ആണെങ്കിലും വിജയ് ആണെങ്കിലും ഇപ്പം സിനിമയുള്ള ആരാണെങ്കിലും അടിപൊളിയാണ്. വിജയുടെ ഓരോരോ ഫൈറ്റ്സ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വിജയ് ഫൈറ്റ് സീനാണ്. രാവണമാവൻ്റെ പാട്ടൊക്കെ ഉള്ള സമയത്ത് ഫൈറ്റ് സീനുള്ളൂ, അതും അല്ലാത്ത എല്ലാം കിട്ടില്ല. ആ സമയത്ത് ഫൈറ്റ് സീൻ കിട്ടില്ല, എനിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പം അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ നിങ്ങൾ മാക്സിമം ഇത് തിയേറ്ററിൽ കാണുക. നിങ്ങൾ വിജയ് ഫാൻസ് ആണെങ്കിലും വിജയ് ഫാൻസ് അല്ല, പക്ഷേ വിജയ് സിനിമ ഇഷ്ടംപോലെ കണ്ടിട്ടുണ്ട് എന്നാണെങ്കിലും പോയി കാണുക. കാര്യം വിജയ് ലാസ്റ്റ് സിനിമയുണ്ട്, അപ്പോൾ മാക്സിമം പോയി കാണുക. ലാസ്റ്റ് സിനിമ എന്ന് പറയുമ്പോഴത്തേക്കും സെയിം ആയില്ലേ. അത് ഏറ്റവും വലിയ കോയിൻസിഡൻസ് ആണോ അതോ മലപ്പൂർവ്വം അവിടെ ഇന്ന് സൂര്യ ബർത്ത്ഡേ ആണ്, അപ്പം അന്നാണ് റിലീസ്. അപ്പം ഞാൻ പോയി കണ്ടത് ഫസ്റ്റ് ഷോ അല്ല, സെക്കൻഡ് ഷോ ആയിരുന്നു. സെക്കൻഡ് ഷോ നമ്മൾ രാത്രിയാണ്, സെക്കൻഡ് ഷോ അല്ല ഉദ്ദേശിച്ചത്, രാവിലെ തന്നെ അടുത്ത ഷോ. അപ്പോൾ അതുകൊണ്ട് 6 മണിക്കായിരുന്നു ഫാൻ ഷോ എന്തോ. അപ്പോൾ എൻ്റെ കൂട്ടുകാരന്മാർ കഴിഞ്ഞ് പോയി, വേറെ ആരും പോയില്ല. അതാണ് കാര്യം. വേറെ ആരും പോയില്ല. ഞാൻ എൻ്റെ കൂട്ടുകാരെന്ന് പറയുമ്പോൾ അവൻ മാത്രമേ അവന് എൻ്റെ കൂടെ പഠിക്കുന്ന വേറെ ഒരുത്തുണ്ട്. എൻ്റെ കൂട്ടുകാരെന്ന് പറയുമ്പോൾ അവൻ പഠിക്കുന്ന സ്കൂൾ വേറെയാണ്. അപ്പം അങ്ങനെ പോയതുള്ളൂ, വേറെ അല്ലാതെ പോയില്ല. ഞാൻ 9:45 ഷോയ്ക്കാണ് പോയത്. അത് AS+ലാണ്. കാര്യം ഓടി വണ്ണാണ് പോയത്, കാരണം വലിയ തിയേറ്ററല്ലേ. അപ്പം ലാസ്റ്റ് പടം കൂടെ ആകുമ്പോഴത്തേക്കും അപ്പം പറയാനോ. അപ്പം എല്ലാവരും പോയി മാക്സിമം സിനിമ കാണുക. കാര്യം ലാസ്റ്റ് പടം എന്നുള്ള രീതിയിൽ നമ്മൾ ഇരുന്നങ്ങ് എൻജോയ് ചെയ്യുക. മറ്റേ നോളൻ്റെ സിനിമയിൽ നോളൻ പറയത്തില്ലേ, എന്താണ് ഈ ഡോണ്ട് ട്രൈ ടു അണ്ടർസ്റ്റാൻഡ്, ജസ്റ്റ് ഫീൽ ചെയ്തത്. അതുപോലെ റീമേക്ക് ആണോ അല്ലയോ, നിങ്ങൾ അതൊന്നും റീമേക്ക് ആണോ അല്ലയോ നിങ്ങൾ നോക്കണ്ട. പടം എങ്ങനെയൊന്നും നോക്കാം, പടം ലാസ്റ്റ് പടമാണ്, അപ്പോൾ അത് കാണുക ചെയ്യുക. അപ്പോൾ ഈ ചിലവന്മാർ തിയേറ്റർ പ്രിന്റ് ലീക്ക്ഡ് പ്രിന്റ് കണ്ട ആൾക്കാരുണ്ട്. അപ്പോൾ അവരാണെങ്കിലും ഒന്നുകൂടെ പോയി കാണണമെങ്കിൽ നല്ല കാര്യം തിയേറ്റർ എക്സ്പീരിയൻസ് വേണം. പിന്നെ ഏറ്റവും പറയാം, ടൈറ്റിൽ കാർഡ് ആദ്യം ഇട്ടുന്ന ടൈറ്റിൽ കാർഡ് എന്തായിരുന്നു, ലിയോയുടെ ടൈറ്റിൽ കാർഡ് എന്തോ ആണെന്നാണ് പറഞ്ഞത്. ആദ്യം ഇടുന്ന ടൈറ്റിൽ കാർഡ് ലിയോയുടെ എന്തോ അല്ലേ, എന്നാണ് ഞാൻ അറിഞ്ഞത്. ലിയോ സിനിമയിലെ ഈ കണ്ണിന് ടൈറ്റിൽ കാർഡ് ഇല്ല, അതെന്തോ ആയിരുന്നു ആദ്യം ഇട്ടത് അറിഞ്ഞത്. പക്ഷേ സെക്കൻഡ് ടൈറ്റിൽ കാർഡ് കിട്ടില്ല. നിങ്ങൾ ഈ സിനിമ കാണാതിരിക്കുന്ന ആളാണെങ്കിൽ ടൈറ്റിൽ കാർഡ് കാണാതെ പോയി കാണുക. കണ്ട ആൾക്കാരായിരിക്കും, കണ്ടാലും കുഴപ്പമില്ല, മാക്സിമം കാണാതിരിക്കുന്നത് നല്ല ടൈറ്റിൽ കാർഡ്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ടൈറ്റിൽ കാർഡിന് പോലും എന്താ ടൈറ്റിൽ കാർഡ് വെളി വിട്ടാൽ പോലും, അതായത് യൂട്യൂബ് ഇൻസ്റ്റാഗ്രാം ഇട്ടാൽ പോലും അത് ലീക്കായി ഇപ്പോൾ സ്പോയിലഡ് ആവും എന്നുള്ള രീതിയിലുള്ള സാധനമാണ്. അത്രയും കിടിലൻ ടൈറ്റിൽ കാർഡാണ്. എനിക്ക് ഇഷ്ടപ്പെട്ടു. അതിലൊക്കെ ഭയങ്കര വിളിയൊക്കെ ആയിരുന്നു. അപ്പോൾ എന്തായാലും നിങ്ങൾ എന്തോന്നു പോയി കാണുക, സമയം കളയാതെ ഇരിക്കുക. പോയി പെട്ടെന്ന് തന്നെ പോയി കാണുക, എല്ലാം സെറ്റ് ചെയ്യുക. പിന്നെ സ്പോയിലർ അടിച്ച് കുറേ കണ്ടു. ഈ പടം എന്ന് ഇറങ്ങണോ അന്ന് ഞാൻ തിയേറ്ററിലേ പോയി കാണൂ എന്ന് ശബ്ദം എടുത്തവരുണ്ട്. അപ്പോൾ അത് പറഞ്ഞിട്ട് പോലും കാണാൻ പോകാൻ പറ്റാത്ത ആൾക്കാരുണ്ട്. മാക്സിമം സമയം കണ്ടെത്തി പോവുക. ഈ മൊബൈലിൽ കണ്ടാലും കുഴപ്പമുണ്ടെന്നല്ല പറയുന്നത്, പക്ഷേ ലാസ്റ്റ് സിനിമയും കൂടെ ആകുമ്പോൾ നമ്മൾ തിയേറ്ററിൽ എക്സ്പീരിയൻസ് ചെയ്യണം. ഞാൻ തന്നെ പോകണ്ടെന്ന് വെച്ചിട്ടുണ്ട്. കാര്യം എൻ്റെ പൈസ ഇല്ലായിരുന്നു. ഇയാൾക്ക് ഇനി സിനിമ ഇഷ്ടം പോലെ ഇറങ്ങുന്നു. സ്പൈഡർമാന്
ഖലീഫ DC ഒക്കെ കാണാൻ പോകുന്നത് അതിൻ്റെ പൈസ എൻ്റെ ഇല്ല. DC ഒന്നും ഇല്ല. ഖലീഫ അയാം ഗെയിം അതൊക്കെ അപ്പം അതുകൊണ്ട് അതൊക്കെ പോകാനുള്ള പൈസ എൻ്റെ ഇല്ല. അപ്പോൾ അത് പൈസ ഉണ്ട്, അതിൻ്റെ പൈസ ഒക്കെ ഉണ്ടായിരിക്കും. പക്ഷെ DC ഏതായാലും ഒന്ന് വിടേണ്ടി വരും. എന്താണ് ഞാൻ ആലോചിക്കുന്നത്. അപ്പോൾ എന്തായാലും പോയേ പറ്റും എങ്ങനെയെങ്കിലും. സോ ഗൈസ്, എല്ലാവരും പോയി കാണുക, എൻജോയ് ചെയ്യുക. ലാസ്റ്റ് പടം അത്രേ പറയാനുള്ളൂ. അയ്യോ, ഇത്ര പൊങ്ങിപ്പോയി ഗൈസ്, സോറി ഗൈസ്, കുറച്ച് പൊങ്ങിപ്പോയില്ലേ. അയ്യോ, ഇത്രയും വീഡിയോ എങ്ങനെ എടുത്തത്? കുഴപ്പമില്ല ഗൈസ്, എന്തായാലും പോയി കാണുക. ഞാൻ വീഡിയോ അല്ല കാര്യം, ഞാൻ പറഞ്ഞ കാര്യം നിങ്ങൾ കേൾക്കുക, പോയി കാണുക. ഓക്കെ, താങ്ക് യു. നല്ല ഇതായിട്ട് പോയി കാണാം. മറ്റുള്ള ആൾക്കാർ കുറെ പറയാം, റീമേക്കടെ അഴുക്ക സിനിമയുടെ നീ എന്താ വിജയ ലാസ്റ്റ് സിനിമ എന്നൊക്കെ പറഞ്ഞാൽ എന്തൊക്കെ പറയാം. അപ്പം അഴുക്ക സിനിമ ഗൈസ്, അത് എന്തായാലും നിങ്ങൾ പോയി കാണുക. സിനിമ ഒരു ഫീൽ തരുന്നുണ്ട്. വിജയന്റെ പഴയ സിനിമ ഒരു ഫൈറ്റ്സൊക്കെ ഫീലൊക്കെ തരുന്നുണ്ട്. അത്രേ ഉള്ളൂ. നിങ്ങൾ അത് കാണുക. വിജയന്റെ ലാസ്റ്റ് സിനിമ അവരിനിപ്പോൾ ആ സിനിമ എന്തായാലും എടുക്കും എനിക്ക് തോന്നുള്ളൂ. അതുകൊണ്ട് എന്തായാലും പോയി കാണുക. CM ആയി, പോയി കാണുക. ഓക്കെ, താങ്ക് യു.